ഈ എപ്പിസോഡിൽ ചെറുവാടിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറുവാടി കോഴിക്കോട് ജില്ലയുടെ കിഴക്ക് അറ്റത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ മൂലയിലാണ് ചെറുവാടിയുടെ സ്ഥാനം. അക്ഷാംശം 11.267 ഡിഗ്രിയിലും രേഖാംശം ഏകദേശം 75.989 ഡിഗ്രിയിലുമാണ് ചെറുവാടി സ്ഥിതി ചെയ്യുന്നത്. ചെറുവാടി എന്ന് പറയുമ്പോൾ വാടി എന്ന പദത്തിന് മലയാളത്തിൽ പൂന്തോപ്പ് എന്നാണ് അർത്ഥം. തമിഴിലാവട്ടെ വാടി എന്നതിന് പൂന്തോപ്പ് എന്നർത്ഥമുണ്ട്, അതോടൊപ്പം തന്നെ ഗ്രാമം എന്നർത്ഥവുമുണ്ട്. അപ്പോൾ ചെറുവാടി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചെറിയ ഗ്രാമം എന്നർത്ഥത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കൊച്ചു പൂന്തോപ്പ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാം. ആരായിരിക്കും ഈ പേര് ചെറുവാടിക്ക് നിർദ്ദേശിച്ചത്? അദ്ദേഹം വളരെ തൻ്റെ ദേശത്തെ സംബന്ധിച്ച്, നാടിനെ സംബന്ധിച്ചുള്ള നല്ല കാഴ്ചപ്പാടോടു കൂടിയാണ് ഈ പേര് നൽകിയിട്ടുള്ളത് എന്ന് കാണാം. തെക്ക് പടിഞ്ഞാറായി ചാലിയാറും ഏതാണ്ട് പടിഞ്ഞാറ് ഭാഗത്തുകൂടെ ഇരുവഞ്ഞിയും, ഇത് രണ്ടിൻ്റെയും ഇടയിലായിട്ട് നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് ചെറുവാടി എന്ന് പറയുന്നത്. ചെറുവാടിയിലെ ആദിമ സമൂഹം ആരായിരുന്നു എന്ന് പരിശോധിച്ചാൽ പല ജാതി വിഭാഗങ്ങൾ, ജനങ്ങൾ അധിവസിച്ചിരുന്ന ഒരു നാടാണ് ചെറുവാടി എന്ന് കാണാം. അവരിൽ നമ്പൂതിരിമാരുണ്ട്, നായന്മാരുണ്ട്, നമ്പൂതിരി വർഗത്തിൽ തന്നെ മൂസദ്മാർ, വാരിയർമാർ, അതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട പറയർ, കണക്കർ, ചെറുമർ, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗങ്ങളും അധിവസിച്ചിരുന്ന ഒരു ഭൂപ്രദേശമാണ് ചെറുവാടി. ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്ന ഒരു ചോദ്യം ഉത്ഭവിക്കാം. ആ ചോദ്യത്തിൻ്റെ മറുപടി ചെറുവാടിയിലെ സ്ഥലനാമങ്ങൾ നൽകുന്നുണ്ട് എന്നാണ് പറയാൻ കഴിയുക. പറയങ്ങാട്ട് എന്ന് പറയുമ്പോൾ അവിടെ പറയ സമൂഹമാണ് ജീവിച്ചിരുന്നത് എന്നാണ് പറയുക. ചാളക്കണ്ടി, ചാള എന്ന് പറയുന്നത് താഴ്ന്ന ജാതിക്കാർ അധിവസിക്കുന്ന സ്ഥലത്തിനാണ് പറയാം. അതുപോലെ വരിയഞ്ചാലിൽ എന്ന് പറഞ്ഞാൽ വാരിയർ ചാല് എന്നത് ലോപിച്ച് വരിയഞ്ചാൽ എന്നായതാവാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവരെ വാരിയറാണ് സ്ഥാപിച്ചിരുന്നത്. അതുപോലെ കളത്തിൽ എന്ന് പറഞ്ഞാൽ സമ്പന്നരുടെ അന്നത്തെ സമ്പന്നത എന്ന് പറയുന്നത് കൃഷിയാണ്. അപ്പോൾ നെല്ല് കൊയ്ത് അത് മെതിക്കാൻ വേണ്ടി ഇടുന്ന കളത്തിനാണ് കളം. അത് കീഴ്ക്കളമുണ്ട്, കളത്തിലുമുണ്ട്. അതുപോലെ ഉയർന്ന ജാതിക്കാരുടെ പശുക്കളെ തൊഴുത്ത് കെട്ടാൻ ഉപയോഗിച്ചിരുന്ന തൊഴുത്ത്, അതാണ് ഗോശാലപ്പറമ്പ്. ഗോശാല എന്ന് പറഞ്ഞാൽ ഗോവിനെ കെട്ടിയിടുന്ന സ്ഥലം, കൂട്ടുന്ന സ്ഥലം. അതുപോലെ തന്നെ ചെറുവാടിയിൽ അമ്പലക്കണ്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ അമ്പലം
ഉണ്ടായിരുന്നിരിക്കാനാണ് സാധ്യത. ഇങ്ങനെ ചെറുവാടിയിലെ വ്യത്യസ്ത സ്ഥലനാമങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടങ്ങളിൽ താമസിച്ചിരുന്നവരൊക്കെ ഇത്തരത്തിലുള്ള വിഭാഗങ്ങളാണ് എന്ന് കാണാം. എന്നാൽ ഇന്ന് ചെറുവാടിയിൽ ഈ പറഞ്ഞ വിഭാഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ സാധ്യമല്ല. ഹൈന്ദവ സമൂഹത്തിലെ 2-3 വിഭാഗങ്ങളെ മാത്രമേ ഇന്ന് കാണാൻ കഴിയുള്ളൂ. കവിഞ്ഞാലൊരു 5 വിഭാഗത്തെ കാണാൻ കഴിഞ്ഞേക്കാം. ചെറുമർ എന്ന് പറയുന്ന വിഭാഗവും തിയ്യ സമൂഹവും ആശാരിമാർ, വണ്ണാന്മാർ, അതുപോലെ ഇത്തരം വിഭാഗങ്ങൾ മാത്രമേ ഇന്ന് ചെറുവാടിയിലുള്ളൂ. അപ്പോൾ മറ്റുള്ളവരൊക്കെ എവിടെ പോയി എന്നൊരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി രേഖയിലൂടെ നേടിയെടുക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ ഒരുപക്ഷെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇവിടുത്തെ നമ്പൂതിരിമാർ അന്ന് ഭൂപ്രഭുക്കന്മാർ അവരായിരുന്നത് കൊണ്ട് ടിപ്പു വരുത്തിയിട്ടുള്ള പരിഷ്കരണം ഭൂമി കൃഷി ചെയ്യുന്ന ആളുകൾക്ക് വീതിച്ചു കൊടുക്കാം എന്നൊരു സംഗതി അദ്ദേഹം നടപ്പിൽ വരുത്തിയിരുന്നു. അപ്പോൾ ഇത് തീർത്തും ന്യായമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കാരണം കാണം ചാർത്തും മറ്റുമൊക്കെ ആയിട്ട് കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന കൃഷിവലന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഭൂ ഉടമകൾ കണ്ടമാനം നികുതി അല്ലെങ്കിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ഈ കർഷകരെ ഇട്ട് പൂട്ടുകയും ചെയ്തൊരു ഘട്ടത്തിലാണ് ടിപ്പു കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ടിപ്പു ഭൂമി കർഷകർക്ക് വീതിച്ചു കൊടുക്കാനുള്ള രീതിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് ബ്രാഹ്മണന്മാരായിട്ടുള്ള ആളുകൾ അവർ ഏതോ ഭാഗത്തേക്ക് കുടിയേറിയതാവാനാണ് സാധ്യത. അതെങ്ങോട്ടാണ് എന്ന് കൃത്യമായി പറയാൻ ആവുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ചില അടയാളങ്ങൾ ഇപ്പം മൂസദമാർ ചെറുവാടിയിൽ താമസിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവ് ചെറുവാടിയിലെ ചില കിണറുകളാണ്. പ്രത്യേക രീതിയിൽ കല്ല് വെട്ടിയെടുത്ത് പടുത്തുയർത്തിയിട്ടുള്ള കിണറുകൾ ചെറുവാടിയിൽ കാണാം. പിന്നെ നേരത്തെ പറഞ്ഞ സ്ഥലനാമങ്ങൾ അതിൻ്റെ ഉദാഹരണമാണ്. നമ്പൂതിരിമാർ ഗുരുവായൂർ ഭാഗത്തേക്ക് നാട് കടന്നു എന്നാണ് കേട്ടുകേൾവി. നായന്മാർ മാമ്പറ്റ ഭാഗത്തേക്ക് പോയി എന്നും പറയപ്പെടുന്നുണ്ട്. വസ്തുത എന്ത് എന്നുള്ളത് രേഖയിലൂടെ തെളിയിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നീട് ചെറുവാടിയിൽ സംഭവിച്ചിട്ടുള്ളത് കുടിയേറ്റമാണ്. അപ്പോൾ ഈ കുടിയേറ്റവും ചിലപ്പോൾ ഇത്തരം വിഭാഗങ്ങൾ നാടുവിടാനൊരു കാരണമായി തീർന്നിട്ടുണ്ടാവാം. ചെറുവാടിയിൽ കുടിയേറിയിട്ടുള്ള വിഭാഗങ്ങൾ ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചാൽ ഇവിടുത്തെ ആദിമ നിവാസികൾ ആരായിരുന്നു എന്നതിന് കൃത്യമായിട്ടുള്ള രേഖകളൊന്നുമില്ല. എന്നാൽ മിക്ക കുടുംബങ്ങളും കുടിയേറി പാർത്തവരാണ് എന്നാണ് അവരുടെ കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കുടുംബത്തിലെ ആളുകളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി. പലരും കൊണ്ടോട്ടി, അതുപോലെ ചെറൂപ്പ, അതുപോലെ തിരുത്തിയാട്, ഫറോക്ക്, ഇങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് കുടിയേറിയിട്ടുള്ള ആളുകളാണ് ചെറുവാടിയിലുള്ളത്. തങ്ങളുടെ പൂർവ്വ നാടുകളുമായി, ആദ്യത്തെ നാടുകളുമായിട്ടുള്ള ബന്ധം അറിയിക്കാവുന്ന രേഖകളും കൃത്യമായിട്ട് ഇവരുടെ ഒന്നും കയ്യിലില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ അതിൽ പറയാവുന്ന ഒന്ന്, കൊളക്കാടൻ കുടുംബം കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത് എന്ന് അവരിൽ നിന്ന് കൃത്യമായിട്ട് ഒരു റിപ്പോർട്ട് ചോദിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് കൂളിമാട് കടവ് കടത്താൻ വേണ്ടി വന്ന ഒരു ഗുലാം ഹുസൈൻ, കൊണ്ടോട്ടി തങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹമാണ് ആദ്യത്തെ ചെറുവാടിയിലെ
കൊളക്കാടൻ കുടുംബത്തിലെ അംഗം അല്ലെങ്കിൽ കൊളക്കാടൻ കുടുംബത്തിൻ്റെ സ്ഥാപക പിതാവ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലുള്ള വിവരവും ലഭ്യമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പുത്തലത്തുകാർ കുറ്റിയിൽ കോയക്കുട്ടി എന്ന ആളാണ് അവരുടെ ആദ്യത്തെ ചെറുവാടിയിലെ കുടിയേറ്റക്കാരൻ എന്ന് പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം എവിടെ നിന്നാണ് വന്നത് എന്നത് കൃത്യമായിട്ട് ആ കുടുംബത്തിൽ ആർക്കും അറിയില്ല. അതുപോലെ കട്ടയാടൻ കുടുംബം ഇവർ പെരുവയൽ ഭാഗത്തു നിന്ന് വന്നതാവാനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഓരോ വിഭാഗത്തെ നമ്മൾ എടുത്താൽ കൃത്യമായിട്ട് എവിടെ നിന്ന് വന്നു, ഏത് കാലത്ത് വന്നു എന്നുള്ളതൊന്നും തീർച്ചപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ്. ചെറുവാടിയിലെ ആദ്യത്തെ പള്ളി പുതിയോത്ത് ജുമാഅത്ത് പള്ളിയാണ്. ചെറുവാടി അങ്ങാടിയിൽ നിന്ന് അങ്ങാടിക്ക് സമീപത്തായിട്ട് ചെറുവാടി അങ്ങാടി എന്ന് പറയുന്നത് പഴയ രീതിയിലുള്ള പറച്ചിലാണ്. ഇപ്പോൾ ചെറുവാടി അങ്ങാടി എന്നതിനേക്കാൾ ചുള്ളിക്കാർമ്പ് അങ്ങാടിയാണ് അങ്ങാടി എന്നുള്ള എനിക്ക് മികച്ചു നിൽക്കുന്നത്. പക്ഷെ പണ്ടേ പേര് പറഞ്ഞു പോരുന്ന ഒന്ന് ചെറുവാടി അങ്ങാടി എന്ന് പറഞ്ഞാൽ ചെറുവാടിയുടെ തെക്ക് ഭാഗത്തുള്ള ചുള്ളിക്കാർമ്പിൽ നിന്ന് വയൽ കടന്ന് ചെല്ലുന്ന അങ്ങാടിക്കാണ് ചെറുവാടി അങ്ങാടി എന്ന് പണ്ട് പറയാറുള്ളത്. ഈ അങ്ങാടിയോട് തൊട്ട് നിൽക്കുന്ന പുതിയോത്ത് പള്ളി, ഈ പള്ളി നിർമ്മിക്കുന്നത് 1871. അപ്പോൾ അതുവരെ ഇവിടെ മുസ്ലിങ്ങൾ എവിടേക്കാണ് ജുമാക്ക് പോയിരുന്നത് എന്ന ചോദ്യത്തിന് ഒരു മറുപടി ഉള്ളൂ, കൊടിയത്തൂരിലേക്കായിരുന്നു. എന്ന് പറഞ്ഞാൽ കൊടിയത്തൂർ അതിന് മുമ്പേ പള്ളിയുണ്ട്. മലബാർ ഭാഗത്ത് പള്ളികളിലേക്ക് ഇമാമുമാരും ഖത്തീബുമാരുമൊക്കെ ആയിട്ട് പലപ്പോഴും വന്നിട്ടുള്ളത് പൊന്നാണിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് അവർ മുസ്ലിയാരകത്ത് കുടുംബം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ ഇവിടെ മുസ്ലിം കുട്ടികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് വന്നിട്ടുള്ള പുറമേ നിന്ന് വന്നിട്ടുള്ള 2 ആളുകളുണ്ട്. കൊടപ്പന, അതായത് പാണക്കാട് കൊടപ്പനങ്ങൾ തങ്ങന്മാർ. ഈ തങ്ങന്മാരോട് ചെറുവാടിയിൽ അധികാരി 2 ആളുകളെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അയച്ചു കൊടുത്ത 2 ആളുകളാണ് അബ്ദുസ്സലാം അഹമ്മദ് എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ. അവരിൽ അബ്ദുസ്സലാം ചെറുവാടിയിലും അഹമ്മദ് കൊടിയത്തൂരിൻ്റെ ഭാഗത്തും താമസമാക്കി എന്നാണ്. അഹമ്മദാണ് ചെറുവാടി താമസാക്കിയത്, അബ്ദുസ്സലാം കൊടിയത്തൂരാണ് എന്നും അവരിൽ ചിലർ പറയുന്നുണ്ട്. വസ്തുത എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയുക സാധ്യമല്ല. എന്തായിരുന്നാലും ഇങ്ങനെ ചെറുവാടിയിലെ ഏത് കുടുംബത്തെയും നമ്മൾ എടുത്തു നോക്കിയാലും മിക്ക കുടുംബങ്ങളും അവർ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് എന്ന് കാണാൻ കഴിയും. അതിൽ മറ്റൊരു കുടുംബമാണ് കമ്പളവൻ കുടുംബം. പുത്തലത്ത് അതുപോലെ കമ്പളവൻ, ഈ 2 കുടുംബങ്ങളിലെയും പ്രധാനികൾ ചെറുവാടിയിലെ പ്രമുഖരായിട്ടുള്ള കച്ചവടക്കാരായിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറ്റിയിൽ കോയക്കുട്ടി ആണ് ഇവിടെ ആദ്യം വന്നത്. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അതുപോലെ തന്നെ ചെട്ടിക്കുന്നത്ത് അത് കമ്പളവന്മാരിൽ 2 ആലിമാർ, ചെറിയ ആലിയും വലിയ ആലിയും. ചെറിയ ആലി വലിയ ആലി എന്ന് പറയുന്നത് വലിയ ആലി വയസ്സിൽ മൂത്ത ആൾ എന്ന അർത്ഥത്തിലാണ് വലിയ ആലി എന്ന് പറയുന്നത്. ചെറിയ ആലി എന്ന് പറയുന്നത് വയസ്സിൽ ഇളയ ആൾ എന്നുള്ളവർക്കാണ്. പക്ഷേ വലുപ്പത്തിൽ ചെറിയ ആലിയായിരുന്നു ശാരീരികമായിട്ട് വലുപ്പമുള്ള ആൾ. വലിയ ആളി ശാരീരികമായി ചെറിയ ആലിയായിരുന്നു. ഇവരാണ് ചെറുവാടിയിലെ കമ്പളവൻ കുടുംബത്തിൻ്റെ ആദിമ പിതാക്കൾ എന്ന് പറയപ്പെടുന്നത്. ഈ ആലിമാരിയുടെ താവഴിയിലും ഇതുപോലുള്ള കച്ചവടക്കാരുണ്ടായിരുന്നു. ചെട്ടിക്കുന്നത്ത് ബീരാൻകുട്ടി എന്ന ആളുടെ CK ബീരാൻകുട്ടിയുടെ പിതാവ് ആലി
നല്ല കച്ചവടക്കാരായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കർക്കിടക മാസം വന്നാൽ ജോലി ഉണ്ടാവില്ല, പട്ടിണിയായിരിക്കും, ജോലിക്ക് പോകാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ചെറുവാടിയിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ തന്നെ വളരെ പ്രയാസമാണ്. ചെറുവാടിയുടെ 4 ഭാഗവും എന്ന് പറയാവുന്നത് പോലെ പിന്നെ പോകാൻ പറ്റുന്ന ഒന്ന് കൊടിയത്തൂർ ഭാഗത്തേക്ക് മാത്രമാണ്. അവിടെ നിന്നും പിന്നീട് പുറത്ത് കിടക്കണമെങ്കിൽ പിന്നെയും വെള്ളം തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തേത്തുംകടവ്, അതുപോലെ തന്നെ പിന്നെ കോട്ടായിക്കൽ, ഇവിടെയൊക്കെ വെള്ളമാണ് ഉണ്ടാവുക. അപ്പോൾ ചെറുവാടിയിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ളത് ഈ ഘട്ടത്തിൽ വളരെ പ്രയാസമാണ്. ഇങ്ങനെയുള്ള ഘട്ടത്തിൽ ആളുകൾ പട്ടിണിയിലായിരിക്കും. അപ്പോൾ ഈ പട്ടിണി മാറ്റാൻ വേണ്ടി ഈ പുത്തലത്തും കമ്പളവൻ കുടുംബത്തിലുമൊക്കെ പെട്ടിട്ടുള്ള ഈ കച്ചവടക്കാർ മുൻകൂട്ടി തന്നെ ചില ആസൂത്രണങ്ങളൊക്കെ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മൾക്ക് അന്വേഷണത്തിൽ നിന്ന് കിട്ടുന്ന സംഗതികളാണ്, രേഖീയമായിട്ട് തെളിയിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. എന്നാൽ പോലും ഇതിലൊക്കെ വസ്തുതകളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ചെറുവാടിക്കുള്ളത്. ചെറുവാടി എന്ന് പറയുന്നത് പയമ്പറമ്പിൻ്റെ തെക്കേ ഭാഗത്ത് കീവറമ്പ് അതിരിൽ തൊട്ട് വടക്കോട്ട് പോന്നാൽ സൗത്ത് കൊടിയത്തൂരിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഭാഗം വരെ, അതായത് അയ്യപ്പൻകുന്ന്, കുറുവടിക്കുന്ന്, ഈ ഭാഗങ്ങളുടെ ഏതാനും ഭാഗം ചെറുവാടിയുടെ ഭാഗമായിട്ട് വരും. തെക്ക് ഭാഗത്താണെങ്കിൽ ചാലിയാറും പടിഞ്ഞാറ് ഭാഗത്ത് ഇരുവഞ്ഞപ്പുഴയുമാണുള്ളത്. പിന്നീട് കിഴക്കോട്ട് പോയാൽ അവിടെ ചെറുവാടി അങ്ങാടിയിൽ നിന്ന് കിഴക്കോട്ട് പോയിട്ടുള്ള വയലുണ്ട്. ആ വയലാണ് ചെറുവാടിയുടെ ഒരതിര് എന്ന് പറഞ്ഞത്. അതങ്ങനെ വന്നിട്ട് ചുള്ളിക്കാറമ്പ് ഭാഗത്തേക്ക് കടന്നാൽ ഏറെക്കുറെ കയ്യൂണൻ്റെ ഭാഗം വരെ ചെറുവാടിയുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ഉള്ള ജനസമൂഹങ്ങളിൽ ഇന്ന് ഭൂരിപക്ഷവും മുസ്ലിങ്ങളാണ് എന്ന് കാണാൻ കഴിയും. ഈ മുസ്ലിങ്ങളിൽ 2 വിഭാഗത്തെ ആണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു കൂട്ടർ കുടിയേറി പാർത്തവരാണെങ്കിൽ മറ്റൊരു കൂട്ടർ ഇവിടെ നിന്ന് മതം മാറി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ചെറുവാടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കേസും കൂട്ടമൊന്നുമില്ലാത്ത, ഏതാണ്ട് സമാധാനപൂർവ്വം ശാന്തമായിട്ട് ജീവിക്കുന്നൊരു ജനവിഭാഗം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പറയത്തക്ക യാതൊരു പിണക്കവും അസ്വാരസ്യവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും നിലവിലില്ല എന്നുള്ളതും നമ്മൾ സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. കല്യാണങ്ങളിലാണെങ്കിലും മരണം പോലെയുള്ള ദുഃഖസാന്ദ്രമായിട്ടുള്ള സംഭവങ്ങളിലാണെങ്കിലും 2 കൂട്ടരും പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് ചെറുവാടിയിലെ ജനത നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായി പരിശോധിക്കുമ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ടാകാമെങ്കിലും അതുപോലും വലിയ കലാപത്തിലേക്കോ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള ഒരു മെയ്വഴക്കത്തിലേക്കോ ഒന്നും നീങ്ങാറില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശാന്തമായി ചാലിയാറിനെ പോലെ ഇരുവഞ്ഞിയെപ്പോലെ ശാന്തമായി ഒഴുകുന്ന ഒരു ഭൂപ്രദേശമാണ് യഥാർത്ഥത്തിൽ ചെറുവാടി എന്ന് കാണാമെന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ ചെറുവാടിക്കാർക്ക് അഭിമാനിക്കാൻ കൂടി വഴിയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കുടുംബങ്ങളുടെ പൂർവികന്മാർ സമൂഹത്തിന് നൽകിയിട്ടുള്ള സഹായ സഹകരണങ്ങളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു പാട്ടുണ്ട്. ചെട്ടിക്കുന്നത്ത് ബീരാൻകുട്ടി എന്ന് പറയുന്ന അദ്ദേഹം ചെറുവാടി അങ്ങാടിയിലെ കച്ചവടക്കാരനായിരുന്നു. അദ്ദേഹവും പറയങ്ങാട്ട് മുഹമ്മദ് ഹാജി, അതുപോലെ സാൽമിയാജി, വേക്കാട്ട് സാൽമിയാജി, ഈ 3 ആളുകളും കൂടി ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കപ്പലിൽ വെച്ച് ആണ് CK ബീരാൻകുട്ടി, ചെട്ടിക്കുന്നത്ത് ബീരാൻകുട്ടി മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കച്ചവട സ്ഥാപനം ചെറുവാടി അങ്ങാടിയുടെ ഏതാണ്ട് താഴെ ഭാഗത്താണ് ഉണ്ടായിരുന്നത്.
അവിടെ ഒരു ഭാഗത്ത് പുളിക്കൽ കുഞ്ഞുമാനാജിയുടെ ടൈലറിങ്, ചെട്ടിക്കുന്നത്ത് ബീരാൻകുട്ടിയുടെ CK ബീരാൻകുട്ടിയുടെ തുണിക്കട, അതിൻ്റെ പടിഞ്ഞാറേ മുറിയിൽ രാമരുടെ സ്വർണം വെള്ളി ആഭരണ നിർമ്മാണ പീടിക, ഈ മൂന്നും കൂടിയതായിരുന്നു ഈ പീടികാറിനത്. രാമരോട് ആഭരണങ്ങൾ ഉണ്ടാക്കിച്ച് ബീരാൻകുട്ടി വിലക്കെടുത്തിട്ട് വിൽക്കുക ചെയ്യാം. അദ്ദേഹത്തിൻ്റെ തന്നെ തുണിക്കടയിൽ നിന്ന് തുണി വാങ്ങുന്ന ആളുകൾ ഷർട്ട് തുന്നിക്കുക അവിടെ തന്നെയുള്ള കുഞ്ഞിമാനാജി എന്ന് പറയുന്ന പുളിക്കൽ മുഹമ്മദാജിയോടായിരിക്കും. ഏതായിരുന്നാലും ബീരാൻകുട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു റേഷൻ ഷാപ്പ് കട നടത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ഈ റേഷൻ ഷാപ്പ് കട പലപ്പോഴും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ആളുകൾക്ക് പഞ്ഞമാസങ്ങളിൽ ഒരു താങ്ങും തണലുമായിട്ട് അവർക്ക് പട്ടിണിയില്ലാതെ കഴിച്ചു കൂട്ടാനുള്ള ഒരു മാർഗം എന്ന നിലക്ക് കൂടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ഈ പാട്ടിൽ പറയുന്നത്. ആ പാട്ട് ഇങ്ങനെയാണ്: CK ബീരാൻകുട്ടി നാട്ടിൽ നല്ല കുട്ടി, റേഷൻ പണി കിട്ടി, സാധുക്കളെ പോറ്റി, അരിയും തുണിയുമില്ല അറിയാനാരുമില്ല, ആയക്കാരി കിട്ടാൻ ആരും തുണയില്ല, കഞ്ഞിക്കാരിയില്ല കുഞ്ഞുങ്ങളറിയില്ല, പഞ്ഞമേറെയെല്ലാം കാഞ്ഞ വയറെല്ലാം. CK ബീരാൻകുട്ടി നാട്ടിൽ നല്ല കൂട്ടി, റേഷൻ പണി കിട്ടി, സാധുക്കളെ പോറ്റി. അപ്പോൾ ഇതിൽ CK ബീരാൻകുട്ടി, ചെട്ടിക്കുന്നത്ത് ബീരാൻകുട്ടി എന്ന ആൾ, അദ്ദേഹത്തെ കവി നല്ലൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ നാട്ടിലെ നല്ലൊരു കുട്ടി എന്ന് പറയുന്നത് വളരെ സ്നേഹ ലാളനയോടെ വാത്സല്യത്തോടെ നമ്മൾ വിളിക്കുന്നൊരു പേരാണത്. അപ്പോൾ അദ്ദേഹം നാട്ടുകാർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ കൈയാളിയത് കൊണ്ട് അദ്ദേഹത്തെ നാട്ടിലെ നല്ലൊരു കുട്ടി എന്നാണ് ഇവിടെ കവി വർണ്ണിക്കുന്നത്. അദ്ദേഹത്തിന് റേഷൻ പണി കിട്ടി. അന്നത്തെ റേഷൻ ഷാപ്പ് ബ്രിട്ടീഷ് ഭരണത്തിൽ റേഷൻ കടകളിലൂടെ ആണ് അരി പഞ്ചസാര പോലുള്ള സാധനങ്ങളൊക്കെ വിതരണം ചെയ്തിരുന്നതെന്നാണ്. അപ്പോൾ ആ റേഷൻ ഷാപ്പ് കിട്ടിയപ്പോൾ അദ്ദേഹം അതിലൂടെ ചെയ്തത് സാധുക്കളെ പോറ്റുകയാണ്. അരിയും തുണിയും ഇല്ലായിരുന്നു. ആളുകൾക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത, 2 നേരം സന്തോഷപൂർവ്വം വിശപ്പ് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അരി വാങ്ങാൻ പറ്റുന്ന പണിയില്ലാത്തൊരു കാലത്ത്, അതാണ് അന്ന് അരിയും തുണിയുമില്ല, അറിയാൻ ആരുമില്ല, എല്ലാവരും പട്ടിണിക്കാരാവുമ്പോൾ അങ്ങേ വീട്ടിലെ പട്ടിണി ഇങ്ങേ വീട്ടുകാർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആർക്കും ആരോടും അവരുടെ പട്ടിണിയെ പരിവട്ടത്തെ സംബന്ധിച്ച്, അവരുടെ പ്രയാസത്തെ സംബന്ധിച്ച് ചോദിച്ചറിയാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു അത്. അതാണ് അറിയാൻ ആരുമില്ല പറഞ്ഞത്. ആയക്കരി കിട്ടാൻ ആരും തുണയില്ല. ആയക്കരി കിട്ടിയാൽ അത് വേവിച്ചിട്ട് വെള്ളവും അതിനുള്ള അല്പം വറ്റും അതുപയോഗിച്ചുകൊണ്ട് എങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ പോലും അന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആ കാലഘട്ടത്തിൽ കുട്ടികൾ മദ്രസയിലേക്ക് അല്ലെങ്കിൽ ഓത്തുപള്ളിയിലേക്കൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ രാവിലെ കട്ടൻ ചായ, മധുരമില്ലാത്ത കട്ടൻ ചായ, ചിലപ്പോൾ ശർക്കര കടിച്ചു കൂട്ടാൻ കിട്ടിയെങ്കിലായി. പിന്നെ കടി കൂട്ടാനെന്ന് പറയുന്നത് അരി വറുത്തത് ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ അതും ഉണ്ടാവില്ല. അങ്ങനെ കാഞ്ഞ വയറുമായിട്ടാണ് ആ കാലത്ത് കുട്ടികൾ മദ്രസയിലേക്ക്, പള്ളിക്കൂടങ്ങളിലേക്ക്, സ്കൂളിലൊക്കെ പോയിരുന്നത് എന്നുള്ളത് നമ്മളുടെയൊക്കെ അനുഭവം തന്നെയാണ്. ഇന്നത്തേതുപോലുള്ള സുഭിക്ഷത ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആരും തുണയില്ല, കഞ്ഞിക്കരിയില്ല, കുഞ്ഞുങ്ങളറിയില്ല. കഞ്ഞിക്കരിയില്ല എന്നുള്ളത് കുഞ്ഞുങ്ങൾക്കറിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുക? അവർ വിശക്കുമ്പം വാവിട്ട് കരയും. എന്നാൽ അവരെ സമാശ്വസിപ്പിക്കാൻ, അവർക്ക് കഞ്ഞി കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ മാതാക്കളുടെ കയ്യിൽ യാതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് കഞ്ഞിക്കരിയില്ല, കുഞ്ഞുങ്ങളറിയില്ല, പഞ്ഞമേറെയെല്ലാം കാഞ്ഞ വയറെല്ലാം.
പഞ്ഞമാണ് എല്ലായിടത്തും. വയറാണെങ്കിൽ എല്ലാ വയറും കാഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ കാച്ചിൽ മാറ്റാൻ, അതിന് തണുപ്പ് നൽകാൻ, ഭക്ഷണം നൽകാനുള്ള മാർഗമില്ലാത്ത ഒരു കാലത്ത് അന്ന് നാട്ടിലെ ആളുകൾക്ക് ഭക്ഷണം നൽകുക, അത് റേഷൻ ഷാപ്പിലൂടെ പൈസക്കാണെങ്കിൽ അങ്ങനെ, ചിലപ്പം കടമായിട്ട് അങ്ങനെ, ദാനമായിട്ട് അങ്ങനെ ഒക്കെ CK ബീരാൻകുട്ടി എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം നൽകിയിരുന്നു എന്നാണ് പാട്ടുകാരൻ ഇവിടെ തൻ്റെ ഈ പാട്ടിലൂടെ സമർത്ഥിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇതൊരു CK ബീരാൻകുട്ടിയുടെ മാത്രം കാര്യമല്ല. പുത്തലത്ത് കോയക്കുട്ടിയുടെ അവസ്ഥയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ചിലപ്പോൾ ലാഭം വളരെ കുറഞ്ഞ ലാഭത്തിലും ചിലപ്പോൾ ലാഭമില്ലാതെയൊക്കെ ഇവർ ആളുകൾക്ക് വസ്തുക്കൾ, അതായത് ഭക്ഷ്യവസ്തുക്കൾ വിറ്റിരുന്നു എന്നാണ്. ഇനി അത് വാങ്ങാൻ കഴിവില്ലാത്ത ആളുകൾക്കാണെങ്കിൽ അത് ദാനമായിട്ടും കൊടുക്കും. ഈ രീതിയിൽ മനുഷ്യപ്പറ്റോടുകൂടി ഇത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അത് കൂടുതൽ അന്വേഷിച്ച് പോകേണ്ടൊന്നും കാര്യമൊന്നുമില്ല. മനുഷ്യനെ ധാർമ്മികമായിട്ട് വളർത്തുകയും ഉയർത്തുകയും തൻ്റെ ബാധ്യതകളെ സംബന്ധിച്ച് അവനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ശാസ്ത്രം, അത് ആഴത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിശ്വാസം, അതായത് ഞാൻ ദൈവത്തിൻ്റെ അടിമയാണെന്നും ദൈവത്തിൻ്റെ അടിമകളായിട്ടുള്ള മനുഷ്യർക്ക് ഉപകാരം ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ദൈവത്തോട് അടുക്കാൻ കഴിയുകയുള്ളൂ എന്നും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മരണാനന്തര ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ മറുപടി ബോധിപ്പിക്കേണ്ടവനാണെന്നുള്ള ഈ ബോധ്യത്തിൽ നിന്നാണ് ഈ ആളുകൾ ഈ വിധത്തിലൊക്കെ ജനങ്ങളെ സഹായിക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും നഷ്ടം സഹിച്ചും അവരുടെ പട്ടിണിയും പരിവട്ടവും മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ചെറുവാടി എന്ന് പറയുന്നത് ഒരു മഹത്തായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു ഭൂപ്രദേശമാണ് എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ചെറുവാടി എന്ന് പറയുന്ന ഈ പേര് കൊച്ചു മലർവാടി അത് അന്വർത്ഥമാണ് എന്ന കാര്യത്തിൽ ചെറുവാടിക്കാരായിട്ടുള്ള നമ്മൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട് എന്നതാണ് വസ്തുത.